എന്താ ബാബുക്ക കണക്ക് കൂട്ടിയിട്ടങ്ങ് ശരിയാവുന്നില്ലേ? ശരിയാവാതെ ഇവിടെ പറയാം സാറേ, കുറെ കൊല്ലമായില്ലേ തുടങ്ങിയിട്ട്. സാറെന്താ രാവിലെ ഈ വഴിക്ക്? ഞാൻ അപ്പുറത്തെ ഹോട്ടൽ ഹൊറൈസൺ വരെ ഒന്ന് വന്നാണ്. എന്താ അവിടെ? ഒന്നും പറയണ്ട, അവിടെ ഏതോ ഹിന്ദി സിനിമയിൽ അഭിനയിക്കാൻ വന്ന നടി താര ജാനകി ഇന്നലെ മുതൽ കാണാനില്ല. ഓ, പുറത്താരും പറഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ ഈ പപ്പരാസികൾ ഉടനെ അങ്ങ് ഇളകും. അതെ അതെ. ഇവരൊക്കെ എങ്ങനെയാ സാറേ പകൽ സമയത്ത് ഇറങ്ങിയത്? അതല്ലേ രാത്രി മുങ്ങിയത്? അതെ അതെ. അല്ല, നിനക്കെങ്ങനെ അറിയാം? അത് ഇവരൊക്കെ വിളിച്ചിറങ്ങിയ നാട്ടുകാർ വെച്ചേക്കോ. വലിയ നടിയല്ലേ താരാ ജാനകി? എടാ, എനിക്ക് ആ കൊച്ചിന് വലിയ ഇഷ്ടാണ്. ചിത്രഹാറിലൊക്കെ പാട്ടുകൾ കാണാറുണ്ട്. എന്ത് ഭംഗിയാ. എടാ, എന്നെ ഒന്ന് കാണിക്കാൻ കൊണ്ടുപോടാ. പിന്നെ അമ്മയെ കാണിച്ചിട്ടേ വിടൂ. ഞാൻ അവരെ കടുത്താറാറില്ല. ഞാനും വരാം. എന്നിട്ടാണ് ആർത്തിക്കുട്ടികളെ പോലെ പൊട്ട് മീൻകറി കഴിക്കാൻ ഇവിടെ കുത്തിയിരിക്കുന്നത്. സ്റ്റാൻഡിൽ പോയല്ലേ? ആ, ഒരുപാട് തിരക്കാണെന്ന്. ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ നിർബന്ധിച്ചാ കേക്കണ്ടേ? എന്നാ നീ കഴിക്കേ. ആ, അമ്മ പോയി ചായ എടുക്കേ. കട്ട മതിയോ? ഇതും കൊണ്ട് എങ്ങോട്ടാ? നല്ല വിശപ്പായതുകൊണ്ട് കുടി കഴിഞ്ഞിട്ട് കഴിക്കും. ഇവിടെ നിന്ന് കഴിച്ചൂടെ? എവിടെ ഇരുന്നാലും കഴിച്ചാൽ മതിയല്ലോ. ഇവനെന്ത് പറ്റി? SP വന്നതാ. താരാജാനികയെ കാണാനില്ലെന്ന്. പേടിക്കണ്ട, രഹസ്യാന്വേഷണ. നല്ല ചൂടുള്ള പുട്ടും മീൻകറിയാ. ചൂടാറുന്നതിന് മുമ്പ് കഴിച്ചു. എന്തെങ്കിലും കഴിക്കാതിരുന്നല്ലേ. അല്ല, കേരള ഫുഡൊക്കെ പിടിക്കൂ? ഞാൻ 10 വയസ്സ് വരെ വളർന്നത് കേരളത്തിലാണ്. അതാണ് മലയാളം ഇങ്ങനെ പറയാൻ പറ്റുന്നതല്ലേ? എനിക്കൊന്ന് ഫ്രഷ് ആണ്. ഓ, ആയിക്കോളൂ. കുളിച്ച് മാറാൻ. കുളിച്ചിട്ട് മാറാൻ ഈ ഡ്രസ് നന്നായിട്ടുണ്ട്. എന്റെ കുറെ കൂടി ഡ്രസ് ഇരിപ്പുണ്ട്. അത് വേണ്ട, ഞാൻ പോയിട്ട് കുറച്ച് വേറെ വാങ്ങിട്ട് വരാം. ബാബുക്ക് വരണ്ട, ഞാനിപ്പോ വരാം. ബാബുക്ക് ഹാർബറിലേക്ക് നോക്കും. ഇത് ദൂരെ പണിയില്ല. ആരൊക്കെ രാവിലെ എന്നെ കാലുകൾക്കിടയിൽ ബൈക്ക് വെച്ചാൽ നീക്കോളും. ബാങ്കിലേക്കാ. ഓ, വേഗം വരണം. എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഞായറാഴ്ച ഇവിടെ ബാങ്ക്. അമ്മച്ചി, ആ മുറി പൂട്ടിയിരിക്കുവാ. കൂട്ടിയിരിക്കേ? ഇത് ഞാൻ സ്വന്തമായിട്ട് എനിക്ക് വേണ്ടി കുറച്ച് ഡ്രസ് വാങ്ങിയതാ. അല്ലെന്നാര് പറഞ്ഞു? അല്ല, ബാബുക്ക് ഹാർബറിൽ പോയില്ലേ? പോയെങ്കിൽ ഇവിടെ ഇരിക്കും. ഉത്തരം കറക്റ്റാ. എന്റെ ചോദ്യം ഞാൻ ആവശ്യമായി പോയല്ലേ? ചോദ്യം മാത്രമല്ല, പലതും. അമ്മച്ചി എന്ത് ചെയ്യും? നിന്റെ മുറിയിലുണ്ട്. എന്താ? എന്റെ മുറിയിലോ? എന്റെ മുറി പൂട്ടിയിട്ടിരിക്കല്ലേ? അതിന് വേറെ താക്കോലുണ്ട്. ഞാൻ തപ്പിയെടുത്താൻ കൊടുത്തു. എന്തേ? താങ്ക് യു. ഇയാളെന്തിനാ എന്റെ പുറകെ വരണത്? ബാബുക്ക് എന്തിനാ എന്റെ പുറകെ വരണത്? ഇവിടെ നിന്നാ മതി. ഓ, ഇപ്പൊ ഇവിടെ നിൽക്കാതിരിക്കുന്നതാ നല്ലത്. അമ്മച്ചിക്ക് എന്താ പറ്റി? എന്തുണ്ടായി? ഞാൻ നിലവിളിച്ചു. ആ പ്രായമായ ബാബുക്ക? ബാബുക്ക വന്ന കട്ടിലിൽ പിടിച്ച് കിടത്തിയത്. ഇടയ്ക്കിടയ്ക്ക് ബോധം വരും.
എന്നെ കാണുമ്പോ ബോധം പോകും. എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഇല്ല ഒരു തെറ്റില്ല. അമ്മച്ചി, ഇത് ആരാ വന്നേക്കണേ നോക്കി? റോസമ്മേ. ഇത്തിരി വെള്ളം എടുത്തങ്ങ് തെളിച്ചാൽ മതി, എഴുന്നേക്കും. കുറച്ച് വെള്ളം തന്നെ. റോസമ്മേ, ദേ, ഇത് ഞാനാ. എഴുന്നേറ്റേ. ഇതിനെ അന്വേഷിച്ചിട്ടല്ലടാ രാവിലെ പോലീസ് വന്നത്. ഏയ് അല്ല. അതെ, എന്തിനാടാ ഇവിടെ തട്ടിക്കൊണ്ട് വന്നേ? എന്റെ പറ്റി ഞാൻ തട്ടിക്കൊണ്ടുവന്നൊന്നുമല്ല. ഒന്ന് തട്ടാതെ പോലെ ആ സ്റ്റെപ്സ് വഴി കയറി വന്നാണ്. എന്റെ കൊച്ചെ, എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? ഒരു സഹായം ചോദിച്ചു വന്നാണ്. എന്ത് സഹായം? അമ്മച്ചി ഒരു സഹായം ചോദിച്ചു വന്നു. 3-4 ദിവസം ഇവിടെ നിൽക്കട്ടെന്ന് ചോദിച്ചു. എന്തിന്? ഒന്നിങ്ങോട്ട് വന്നേ. ക്രിമികടിയുണ്ടോ? ഒരു 3-4 ദിവസം നിൽക്കട്ടെ എന്ന് ചോദിച്ചു. എന്റെ സ്വഭാവം അറിയാലോ, ഞാൻ നോ പറഞ്ഞില്ല. എന്താ അവളുടെ പ്രശ്നമെന്ന് നീ ചോദിച്ചോടാ? അയ്യോ, ഞാനത് മറന്നു. ഇതിനിടയില് അല്ല, ആക്ച്വലി എന്താ നമ്മുടെ പ്രശ്നം?